നമസ്കാരം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറാണ്. കൊച്ചിയിലാണ് ഒരു 1.5 ഏക്കർ ഭൂമിക്ക് വേണ്ടി മകൻ അമ്മയെ തല്ലിക്കൊന്നത്. 94-കാരിയെ 64-കാരൻ വായിൽ തുണി തിരുകി ബലാത്സംഗത്തിന് ശ്രമിച്ചതും കേരളത്തിലാണ്. നിഗൂഢതകളുടെ ഈ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് 28 അവർ. സ്വാഗതം. അമ്മയെ അമ്മിക്കല്ലിന് തലക്കടിച്ചു കൊന്നു മകൻ. എല്ലാം 1.5 ഏക്കർ ഭൂമിക്ക് വേണ്ടി. നെടുമ്പാശ്ശേരിയിലാണ് ഈ സംഭവം. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായിരുന്നു ആ അമ്മ. ആ അമ്മയാണ് ഈ മകൻ കൊലപ്പെടുത്തിയത്. മരിച്ചത് അനിത എന്ന് പറയുന്ന നെടുമ്പാശ്ശേരി സ്വദേശിനി. മകൻ ബിനുവാണ് അറസ്റ്റിലായത്. അനിത കൊല്ലപ്പെടുന്നത് അത് 30-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അമ്മ അനിത വീട്ടിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞാണ് ഈ മകൻ ബിനു ഒപ്പം ഭാര്യയും ചേർന്ന് ആലുവയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. പക്ഷേ ചില സംശയങ്ങളുണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പഷ്ടമായി. അനിതയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. മുറിവുകൾ ഇവർ സ്വയം മാനസിക നില തെറ്റി ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു മകൻ ബിനുവിന്റെയും മകൾ അജിതയുടെയും മൊഴി. പക്ഷെ മൊഴിയിൽ അത്ര വിശ്വാസം അതുണ്ടായില്ല പോലീസിന്. മകൻ ബിനുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പോലീസ്. അങ്ങനെ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലിൽ ആ കുറ്റസമ്മതം നടത്തി ബിനു. 3 മാസത്തെ ക്രൂരമർദ്ദനം, അതിനു പിന്നാലുള്ള മരണം. എത്രമാത്രം ദയനീയമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ആ അമ്മ കടന്നുപോയിട്ടുണ്ടാകും. മാനസികമായി ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു സ്ത്രീ കൂടിയാണ് ആ അമ്മ എന്നുകൂടി ഓർക്കണം. വടികൊണ്ട്, അമ്മിക്കല്ലുകൊണ്ട്, രണ്ടും കൊണ്ടും മർദ്ദനമായിരുന്നു തുടർച്ചയായി. അങ്ങനെ കൊലപ്പെടുത്തിയെന്നാണ് ആ മകൻ പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിച്ചത്. ശരീരത്തിൽ ആകമാനം ഉണ്ടായിരുന്നു മർദ്ദിച്ചതിന്റെ പാടുകൾ. അമ്മയുടെ പേരിൽ ഇടുക്കി വെള്ളത്തൂവിലിൽ കുറച്ച് ഭൂമിയുണ്ട്, 1.5 ഏക്കർ. ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ആ കൊലപാതകം. മകൻ ബിനുവിനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 വർഷത്തോളമായി ഈ സ്ത്രീ മാനസികമായി വെല്ലുവിളി നേരിടുന്ന ആളായിരുന്നു. അതിനായി ചികിത്സയിലായിരുന്നു ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ 20 വർഷമായി. 3 ആൺമക്കളുണ്ട് ഈ അമ്മയ്ക്ക്. പറഞ്ഞിട്ട് എന്ത് കാര്യം? അനിതയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് വർഷങ്ങൾക്ക് മുന്നേ. അങ്ങനെ ഇടുക്കിയിലെ ഒരു മേഴ്സി ഹോമിലായിരുന്നു ഈ സ്ത്രീ 22 വർഷമായി താമസിച്ചു വരുന്നത്. ഇവർക്ക് സ്വത്തുക്കൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ മകനായിട്ടുള്ള ബിനുവിന്റെ ഏക ലക്ഷ്യം. അങ്ങനെ ഇവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി മേഴ്സി ഹോം അധികൃതർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി അനിതയെ 3 മാസം മുമ്പ് നെടുമ്പാശ്ശേരിയിലെ ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് ഈ പരാതി ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ കള്ളപ്പരാതി ഉണ്ടാക്കിയപ്പോൾ ഈ ബിനുവിന്റെ ഭാര്യ പറഞ്ഞ ചില വാക്കുകൾ കൂടിയുണ്ട്. അതുകൂടി നമുക്ക് കേൾക്കാം. ഈ അമ്മ ഞങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ 23/8/2025 സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ കൊണ്ടുവന്നു. ഇത് ലിറ്റിൽ ഫ്ലവർ മേഴ്സി ഹോം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ അന്തേവാസിയായിരുന്നു അമ്മ. ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് 4 ദിവസത്തിനുള്ളിൽ ഈ ഓണാവധിക്ക് കൊള്ളാം, 4 ദിവസത്തിനുള്ളിൽ അമ്മനെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ 8 മണിക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം കൂട്ടി പോയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ അമ്മയ്ക്ക് അന്നപ്പം ഒരു ചുമയുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയ സമയത്ത് അമ്മയ്ക്ക് ചുമ മാറാത്തതുകൊണ്ട് ഞങ്ങൾ ഇവരോട് പറഞ്ഞു ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അമ്മനെ കൊണ്ടുവിടില്ല എന്ന് പറഞ്ഞു. വിടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അതായത് ഇവർ പറയുന്നത് ഈ സ്ത്രീയെ കൊണ്ടുവന്നത് അവിടെ ആ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം നടന്നു, അതേ തുടർന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്നാണ്. പക്ഷെ പിന്നീട് നടന്നത് എന്താണ്? മകന്റെ ഭാര്യ അജിതയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പോലീസിന് ബലമായ സംശയമുണ്ട്. അതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അനിതയും ബിനുവും വാടക വീട്ടിലായിരുന്നു താമസം. ഈ അനിതയ്ക്ക് മാനസിക വിഭ്രാന്തിയുള്ളതായി പോലീസും പറയുന്നുണ്ട്. അങ്ങനെ
ഒരമ്മയുടെ മരണം, അത് മകന്റെ കൈകൊണ്ട് എത്രമാത്രം ക്രൂരമായി, അത് വടികൊണ്ട്, അമ്മിക്കല്ലുകൊണ്ട്, മാനസിക വിഭ്രാന്തിയുള്ള ഒരു അമ്മയെ കൊന്ന് 1.5 ഏക്കർ ഭൂമി തട്ടിയെടുക്കാൻ ആ മകൻ ചെയ്ത പ്രവൃത്തി എങ്ങനെ പൊറുക്കാൻ കഴിയും? വായിൽ തുണി കുത്തി തിരുകി 94-കാരിക്ക് നേരെ പീഡന ശ്രമം. അറസ്റ്റിലായതോ 64-കാരൻ. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലാണ് ഈ സംഭവം. വടശ്ശേരിക്കര സ്വദേശിയായിട്ടുള്ള ജോസ് എന്ന് വിളിക്കുന്ന പത്രോസ് ജോൺ എന്നാണ് അയാളുടെ പേര്. ഈ വീട്ടിൽ ഈ വയോധിക തനിച്ചുള്ള സമയം നോക്കി അത് മനസ്സിലാക്കിയായിരുന്നു ഇയാളുടെ അതിക്രമം. പകൽ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്ത നേരം നോക്കി ഇയാൾ ആ വയോധിക കിടന്ന ആ വീട്ടിലേക്ക്, ആ മുറിയിലേക്ക് എത്തി. എന്നിട്ടോ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി ഇയാൾ ആ വയോധികയുടെ വായിൽ തുണി തിരുകി കയറ്റി. അതിനുശേഷം ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. വലിയ പ്രതിരോധത്തിന് ശ്രമിച്ചു ആ 94-ാം വയസ്സിലും ആ വയോധിക. വായിൽ തിരുകിയ തുണി ആ ബലപ്രയോഗത്തിനിടെ വലിച്ചൂരി വയോധിക അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. ഈ നിലവിളി കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തുന്നത്. അയൽവാസികൾ ഓടിയെത്തുന്നു എന്നറിഞ്ഞതും ഇയാൾ കുതറി ഓടിക്കളഞ്ഞു. വീടിന്റെ കോമ്പൗണ്ട് വിട്ട് ഇയാൾ കടന്നു. പക്ഷേ അയൽവാസികൾക്ക് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല. നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. വയോധികയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് എത്തി. അങ്ങനെ വയോധിക നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്രമിയിലേക്ക് എത്താൻ വലിയ താമസം ഉണ്ടായിരുന്നില്ല പോലീസിന്. പത്തനംതിട്ട പെരുന്നാട് ഇൻസ്പെക്ടർ വിഷ്ണുജി നേതൃത്വം നൽകിയ സംഘമാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി താൻ ചെയ്ത വിവരങ്ങൾ അത് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 94 വയസ്സുള്ള ഒരു വയോധികയ്ക്ക് നേരെ ഒരു 64-കാരൻ്റെ അതിക്രമം, അത് ഏത് മാനസിക നിലയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ്. കർണാടകയിൽ ഒരു 13-കാരി അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായിരുന്നു. അത് വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. ആ പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനമാണ്. 2 പേർ അറസ്റ്റിലായി. നേരത്തെ പറഞ്ഞതുപോലെ കർണാടകയിലെ ബെലഗാവിയിലാണ് ആ 13-കാരി ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായത്. ഒരു കരിമ്പിൻ തോട്ടത്തിലേക്ക് ആ പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ടായിരുന്നു ആ ക്രൂരന്മാരുടെ കൊടിയ പീഡനം. അറസ്റ്റിലായത് 2 പേരാണ്. മണികാന്ത ദിന്നിമണി, ഇരന്ന ശങ്കമാനർ. ഇവർ 2 പേർ. ഒരാൾ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയം മറ്റേയാൾ കാവൽ നിന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നവംബർ 21-നായിരുന്നു ആ കൊടിയ പീഡനം. ധാന്യം പൊടിക്കാനായി വീടിനടുത്തുള്ള ഒരു മില്ലിൽ പോയതാണ് ആ പെൺകുട്ടി. ആ 7-ാം ക്ലാസ്സുകാരി ആ മില്ലിൽ നിന്ന് തിരികെ വരുന്ന വഴിയെ ഈ വിദ്യാർത്ഥിനിയെ ഇവർ തട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അടുത്തുള്ള ഒരു കരിമ്പിൻ തോട്ടത്തിലേക്ക് ഈ കുഞ്ഞിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പീഡിപ്പിക്കുന്നു.
ദിവസങ്ങൾ മുമ്പാണ് ഈ പീഡനം നടന്നതെങ്കിലും തിങ്കളാഴ്ചയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം, വീട്ടുകാർ പോലീസിനെ പരാതിയുമായി ബന്ധപ്പെടുന്നത്. ബലഗാവിയിലെ മുർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു. കുടുംബത്തിന് ജീവഹാനി ഉണ്ടാകുമെന്നുള്ള ഭീഷണി ഈ രണ്ടു പേരിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ഈ പരാതി ഇത്രമേൽ വൈകാനുള്ള കാരണം. പരാതി ലഭിച്ച ഉടനെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒരു വനിതാ പോലീസിനെ കേസിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പരാതി നൽകാൻ ವೈಗಿಯದೆന്ന് അന്വേഷിക്കുമെന്നാണ് ಬೆಳಗಾವಿ SP ಭೀಮಶಂಕರ್ ಗುಲೇಡ್ പറയുന്നത്. ನಮಗೆ ಒಂದು ದೂರನ್ನು ಕೊಡ್ತಾರೆ. ಅದರ ಪ್ರಕಾರ ಒಬ್ಬ ವ್ಯಕ್ತಿ ಅತ್ಯಾಚಾರವನ್ನು ಮಾಡಿರೋದಾಗಿ ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ಟಿರ್ತಾರೆ. ಅದರ ಜೊತೆಗೆ ಇನ್ನೊಬ್ಬ ವ್ಯಕ್ತಿ ಅವನ ಸಹಾಯಕ್ಕೆ ನಿಂತಿದ್ದ ಅನ್ನೋ ಒಂದು ರೀತಿಯಲ್ಲಿ ಒಂದು ಕಂಪ್ಲೇಂಟನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಅವರು ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ಟ ತಕ್ಷಣ ಆರೋಪಿಗಳನ್ನ ವಿಚಾರಣೆಗೆ ನಮ್ಮ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳು ವಶಕ್ಕೆ ಪಡೆದುಕೊಂಡಿದ್ದಾರೆ. ಈಗ ಆಲ್ರೆಡಿ ನೊಂದ ಬಾಲಕಿ ನಮ್ಮ ಮಹಿಳಾ ಅಧಿಕಾರಿಗೆ ಒಬ್ಬರನ್ನ ನೇಮಿಸಿದ್ವಿ ಇದ್ರ ಬಗ್ಗೆ ವಿಚಾರಣೆ ಮಾಡಲಿಕ್ಕೆ. ಅವ್ರ ಮುಂದೆ ತನ್ನ ಹೇಳಿಕೆಯನ್ನು ಕೊಟ್ಟಿರೋದ್ರಿಂದ ಇವರಿಬ್ಬರು ವ್ಯಕ್ತಿಗಳು ಮಣಿಕಂಠ ಮತ್ತು ಈರಣ್ಣ ಇಬ್ಬರನ್ನೂ ಕೂಡ ನಾವು ನ್ಯಾಯಾಂಗ ಬಂಧನಕ್ಕೆ ವಶ ಕೊಡಲಿಕ್ಕೆ ಎಲ್ಲ ವ್ಯವಸ್ಥೆನ ಮಾಡ್ಕೊತಾ ಇದ್ವಿ. ಆಲ್ರೆಡಿ ಅವರು ಅರೆಸ್ಟು ಆಗಿತ್ತು. എത്രമാത്രം ഭീകരമായിട്ടുള്ള സാഹചര്യമാണെന്നോ. സാധാരണയായി ഇത്തരം സംഭവങ്ങളിൽ കുട്ടികൾ ഞെട്ടലിലായിരിക്കാം. അതാണ് ഒരു പക്ഷേ ഈ കേസിലേക്ക്, പരാതിയിലേക്ക് കുടുംബം വൈകാൻ കാരണമായതെന്ന് തോന്നുന്നു. കുട്ടികൾ ആ ഞെട്ടൽ വിട്ടുമാറി വീട്ടുകാരെ അറിയിച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ വൈകുമായിരിക്കും. അതൊരു സാധ്യതയാണെന്ന് ISP പറയുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാതാപിതാക്കൾക്ക് ഒരു ആശങ്കയുണ്ടാകും, അവരുടെ അന്തസ്സിനെക്കുറിച്ച് അത്തരം മാനക്കേടുണ്ടാകുമോ എന്നുള്ള ആശങ്ക. ഇത്തരം ആശങ്കകളൊന്നും ഇത്തരം പ്രതികളെ പുറത്തു കൊണ്ടുവരാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കരുത്, അത്രമാത്രം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ അവസാനിക്കുന്നില്ല. തിരികെ എത്താം ഒരിടവേളയ്ക്ക്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ലഹരിക്ക് പിന്നാലെ പായുന്നത് നമ്മൾ കാണാറുണ്ട്. അത് പലതരത്തിലുള്ള ആഘോഷങ്ങൾ, പലതരത്തിലുള്ള പാർട്ടികളൊക്കെ നടക്കുന്നു. ഇടുക്കി ശാന്തമ്പാറയിൽ ഒരു റിസോർട്ടിൽ നിന്നുള്ളതാണ് അടുത്ത സംഭവം. 12 പേർ കൊച്ചിയിൽ നിന്ന് പോയതാണ്. അവരിൽ നിന്ന് പിടികൂടിയത് ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ. പിടിയിലായത് 12 യുവാക്കളാണ്. ഇടുക്കി ബൈസൺ വാലി, അവിടെ ഗ്യാപ്പ് റോഡിന് സമീപത്ത് ഒരു സ്വകാര്യ റിസോർട്ടുണ്ട്. അവിടെയാണ് ഈ സംഭവം. ഏതാണ്ട് 50,000 രൂപയിലധികം മൂല്യമുള്ള ലഹരി വസ്തുക്കൾ ഈ യുവാക്കളുടെ കയ്യിൽ നിന്ന് പിടികൂടുന്നു. എന്തൊക്കെയായിരുന്നു അവ? കഞ്ചാവുണ്ട്, ഹാഷിഷ് ഓയിലുണ്ട്, LSD സ്റ്റാമ്പുണ്ട്. 12 യുവാക്കളെയാണ് ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ റിസോർട്ടിലെത്തിയത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് പോലീസ് കരുതുന്നത്. ഇവർ 12 പേരും എറണാകുളം വൈപ്പിൻ സ്വദേശികളാണ്. സയോൺ, ആദിത്യൻ, അതുൽ, വിഷ്ണു, അലറ്റ്, ഹാരിസ, എമിൽസൺ, അമൽ, സിൻഡോ, സാവിയോ, സൂരജ്, അശ്വിൻ എന്നിങ്ങനെ 12 പേർ. ചൊവ്വാഴ്ചയാണ് ഇവർ റിസോർട്ടിൽ എത്തിച്ചേരുന്നത്. റിസോർട്ടിൽ എത്തിയ ഇവരുടെ കയ്യിൽ എത്രമാത്രം അളവിൽ ലഹരി ഉണ്ടായിരുന്നുവെന്നോ? 10 ഗ്രാം കഞ്ചാവ്,
10 മില്ലിഗ്രാം ഹാഷിഷ് ഓയിൽ, 10 LSD സ്റ്റാമ്പുകൾ, ഇതൊക്കെയാണ് പോലീസ് പിടിച്ചെടുത്തത്. എറണാകുളത്ത് നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ ഇടുക്കിയിലെ ഈ റിസോർട്ടിലേക്ക് ഇവർ കൊണ്ടുവന്നതെന്ന് പോലീസ് പറയുന്നു. ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ കുറേയേറെ യുവാക്കൾ കൊച്ചിയിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി ഒരു ലഹരി പാർട്ടി തന്നെ നടത്താനായി അവിടെ എത്തിയിട്ടുണ്ട് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആ റിസോർട്ടിൽ നിന്ന് ഇത്രമാത്രം ലഹരി വസ്തുക്കളും ഈ 12 യുവാക്കളെയും പോലീസ് പിടികൂടുന്നത്. ശാന്തമ്പാറ CIS ശരലാൽ നേതൃത്വത്തിലുള്ള സംഘം അവരെ പിടികൂടി പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, യുവാക്കൾ ഇത്തരത്തിൽ കൂട്ടുകൂടി പോകുമ്പോൾ അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് രഹസ്യമായെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ലഹരിയുടെ വല അത് വലുതാണ്. അതിൽ അവർ വീണു പോകാതിരിക്കട്ടെ. ലഹരി സംഘങ്ങൾ നാട്ടിലുണ്ടാക്കുന്ന അക്രമങ്ങൾ എത്രമാത്രം ഭയാനകമാണെന്നോ. നെയ്യാറ്റിൻകരയിൽ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള പാവം ഓട്ടോറിക്ഷക്കാരൻ അയാളുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു, വീടിന്റെ ജനലുകൾക്ക് കേടുപാട് വരുത്തി. മാത്രമല്ല, രക്തം കൊണ്ട് ചുമരിൽ ഓരോന്ന് പതിപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ലഹരി സംഘം തന്നെയാണ് പിന്നിലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അവിടുത്തുകാർ. നെയ്യാറ്റിൻകരയിൽ കോട്ടുകോൽക്കോണം എന്നൊരു സ്ഥലം, അവിടെയാണ് ഈ ഇത്തരത്തിൽ ഒരു അതിക്രമം നടക്കുന്നത്. ഗോപൻ എന്ന് വിളിക്കുന്ന രാജശേഖരൻ ചേട്ടന്റെ വീടിന് നേരെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത്. നെല്ലിമൂട് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ ഗോപൻ എന്ന് വിളിക്കുന്ന രാജശേഖരൻ. വീടിന്റെ ജനാലച്ചില്ലകൾ അത് അടിച്ചു തകർത്തിട്ടുണ്ട്. നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ അതും തകർത്തു. സമീപത്ത് ഒരു കടയുണ്ട്, ആ കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. ഈ കടയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു രാജശേഖരന്റെ മകൻ അശ്വിന്ദിന്റെ ബൈക്കും. ആ ബൈക്കും അക്രമികൾ നശിപ്പിച്ചു. അശ്വിന്ത് DYFI മേഖലാ കമ്മിറ്റി അംഗവും SFI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെയായിരുന്നു. ഈ ആക്രമണത്തിനിടെ കൈ മുറിഞ്ഞു പ്രതികളുടെ. ആ ചോര അവർ ആ ചുവരിൽ തന്നെ തേച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ചില സ്ഥാനാർത്ഥി ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. അതിലും ഈ ബ്ലഡ് തൂത്ത് അവർ ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ അശ്വന്ത് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് രാഷ്ട്രീയ പോരാണോ എന്ന് സംശയിച്ചവരോട് ഒരു തരത്തിലുമല്ല, ഇത് സ്ഥിരമായിട്ടുള്ള സംഭവമാണ് എന്ന് അവർ പറയുന്നു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തി. അപ്പോഴേക്കും ഇരുട്ടിലായിരുന്നു. ഇവർ ഓടി മറഞ്ഞു. ലഹരി സംഘങ്ങൾ സജീവമാണ് ഈ സമയത്ത് ഈ പ്രദേശത്ത് നിന്നാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും ഇതിനു മുമ്പും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയും. പരവരെ 3 മണിക്ക് കടയിൽ വന്നടിച്ച് സൗണ്ട് കേട്ട്, എന്ത് സൗണ്ട് കേട്ടപ്പോൾ ഇവർ വന്ന് കടയിൽ വന്ന് അടിച്ച് പൊളിക്കുന്നു. ഇറങ്ങി വേട എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം അടിച്ച് കടകളെ ചവിട്ടി അടിച്ച് പൊട്ടിച്ച്, വണ്ടി അടിച്ച് പൊട്ടിച്ച്. ഞങ്ങളാരും ഇറങ്ങില്ല, പേടിച്ച് ഞങ്ങളാരും വെളി ഇറങ്ങിയില്ല. പോയി വരും, 5 മിനിറ്റ് കഴിയും വീണ്ടും വരും, വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് വരും. 3 സ്റ്റെപ്പായിട്ടാണ് അടിച്ച് കയറുത്ത്. ഇവർ 3-4 ദിവസം കൊണ്ട് അവരെ വീട്ടിലായിട്ട് പയ്യന്മാരുമായിട്ട് പട്ടം കൂടി കഞ്ചാവ് വലിയും ബഹളങ്ങളും തന്നെ. ഇതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവരുടെ വീട്ടിൽ നടക്കുന്നത് ഇതെന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. മുൻ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട്, മുൻ വൈരാഗ്യമായിരിക്കാം. എല്ലാ പാത്രങ്ങളും വാരിക്കൊണ്ടുപോയി ഇത്തിരി കട നടത്താൻ വേണ്ടി ഇത്തിരി കാശ് വെച്ചിരുന്നു. കാശ് കൊണ്ടുവന്ന് വെച്ചത് എൻ്റെ മകൻ്റെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കാശ് കൊടുത്തുകൊണ്ട് പോയി. ബൈക്ക് തകർത്തു, കാശ് കൊണ്ടുപോയി, പാത്രങ്ങൾ ഉണ്ടായിരുന്നത് അടിച്ചു തകർത്തു, ഓട്ടോറിക്ഷ തകർത്തു, ജനൽ ചില്ലകൾ തകർത്തു. ലഹരിയുടെ മറവിൽ ഇവർ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ഊഹിച്ചുകൂടെ? മുൻവൈരാഗ്യമാണെന്ന് പറയുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തത് ആകണം.
നടലും രാജശേഖരൻ കാഞ്ഞിരംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പൊക്കെ നടത്തി, അന്വേഷണം നടത്തി, വ്യക്തമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ട്വന്റിയത്ത് അവർ നിഗൂഢതകളുടെ ഈ സമയം ഇനി വീണ്ടും നാളെയാണ് 20 മണി നേരത്തിൽ. നമസ്കാരം.